നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, സ്വഭാവം, വിശേഷണം എന്നിവയ്ക്ക് പൊതുവിൽ പറയുന്ന പേര്. ഉത്തരം ഹദീസ്. ഹദീസ് വിജ്ഞാനശാഖയ്ക്ക് ആരംഭം കുറിച്ചത് ആര്? ഉത്തരം ഇബ്നു ശിഹാബുദ്ദീൻ സുഹ്രി റളിയല്ലാഹു അൻഹു. ഹദീസുകൾ ക്രോഡീകരിക്കാൻ കൽപ്പിച്ച ഭരണാധികാരി? ഉത്തരം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഹദീസ് വിജ്ഞാനത്തിലെ ഷെയ്ഖാനി ആരെല്ലാം? ഉത്തരം ഇമാം ബുഖാരി, ഇമാം മുസ്ലിം. സ്വഹീഹുൽ ബുഖാരിയുടേതിന് തുല്യമായി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഗ്രന്ഥം? ഉത്തരം സ്വഹീഹ് മുസ്ലിം. ഉമവിയ ഭരണകാലത്തെ ആദ്യ ഹദീസ് ക്രോഡീകരണം ഏത്? ഉത്തരം മുവത്വ. 1,00,000 ഹദീസുകൾ മനഃപ്പാടമാക്കിയ പണ്ഡിതനെ വിളിക്കുന്ന പേര്? ഉത്തരം ഹാഫിള്. 3,00,000 ഹദീസുകൾ മനഃപ്പാടമാക്കിയ പണ്ഡിതൻ? ഉത്തരം ഹുജ്ജത്ത്. നിവേദനം ചെയ്യപ്പെട്ട മുഴുവൻ ഹദീസുകളും മനഃപ്പാടമാക്കിയ പണ്ഡിതൻ? ഉത്തരം ഹാക്കിം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസിന് പറയുന്ന പേര്? ഉത്തരം മുത്തഫഖുൻ അലൈഹി. കളവിൻ്റെ മേൽ യോജിക്കുക അസാധ്യമായ വിധത്തിൽ അനേകം പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ട ഹദീസ്? ഉത്തരം മുതവാത്തിർ. 3 അതിലധികമോ നിവേദക പരമ്പരയുള്ള ഹദീസ്? ഉത്തരം മഷ്ഹൂർ. 2 സനദുകൾ വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്? ഉത്തരം അസീസ്. പരമ്പരകളിൽ എവിടെയെങ്കിലും ഒരാൾ മാത്രമുള്ള ഹദീസ്? ഉത്തരം ഗരീബ്. കുറ്റമറ്റ രീതിയിൽ 5 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്? ഉത്തരം സ്വഹീഹ്. സ്വഹീഹായ ഹദീസിന് വേണ്ട നിബന്ധനകൾ പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കാത്ത ഹദീസ്? ഉത്തരം ഹസൻ. സ്വഹീഹിൻ്റെയോ ഹസനിൻ്റെയോ നിബന്ധനകൾ പാലിച്ചിട്ടില്ലാത്ത ഹദീസ്? ഉത്തരം ലഈഫ്. ഉദ്ധൃത ഹദീസ് മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിന് പറയുന്ന പേര്? ഉത്തരം മർഫൂഅ്. സ്വഹാബിയിലേക്ക് ചേർത്തി പറയുന്ന ഹദീസ്? ഉത്തരം മൗഖൂഫ്. താബിഇലേക്ക് ചേർത്തി പറയുന്ന ഹദീസ്? ഉത്തരം മഖ്തൂഅ്. സ്വയം ചമച്ചുണ്ടാക്കി നബിയിലേക്കോ സ്വഹാബിയിലേക്കോ താബിയിലേക്കോ ആരോപിച്ചു പറയുന്ന ഹദീസ്? ഉത്തരം മൗളൂഅ്.